ലാമാസിയയിൽ നിന്നും കളിയടവ് പഠിച്ച സ്പാനിഷ് കൗമാര താരം ലാമിനെ യമാൽ ലോകത്തിന്റെ ഒന്നാകെ കയ്യടികളോടെയാണ് ബാലൻഡിയോർ വേദിയിൽ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി സ്വന്തമാക്കിയത്. ആകെ സാധ്യമായ 115 പോയിന്റിൽ 113 പോയിന്റും ലാമിൻ യമാൽ സ്വന്തമാക്കിയിരുന്നു. 26 പോയിന്റുമായി റയൽ മാഡ്രിഡിന്റെ ടർക്കിഷ് സൂപ്പർ താരം അർദ ഗുലാറാണ് രണ്ടാമതെത്തിയത്. 20 പോയിന്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇംഗ്ലീഷ് താരം കോബി മൈനു മൂന്നാമതുമെത്തി. ലയണൽ മെസ്സി, മുൻ റയൽ ബാഴ്സ സൂപ്പർ താരം ലൂയിസ് ഫിഗോ, റൊണാൾഡോ നസാരിയോ, വാൻ ബെസ്റ്റൻ, കക്ക, റൊണാൾഡീഞ്ഞോ, കരീം ബെൻസേമ തുടങ്ങി 23 മുൻ ജേതാക്കളാണ് കോപ്പ ട്രോഫിക്കുള്ള തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 23-ൽ 22 താരങ്ങളും തങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ലാമിൻ യമാലിന്റെ പേരാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ബ്രസീൽ ഇതിഹാസ താരം റൊണാൾഡോ നസാരിയോ മാത്രമാണ് യമാലിന് ഒന്നാം സ്ഥാനം നൽകാതിരുന്നത്. കോപ്പ ട്രോഫിയുടെ ചരിത്രത്തിൽ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന പോയിന്റാണ് ലാമിൻ യമാൽ നേടിയ 113 പോയിന്റ്. 2018-ൽ പുരസ്കാരം ആരംഭിച്ച വേളയിൽ ഫ്രാൻസിനായി ലോകകപ്പ് നേടിക്കൊടുത്തിട്ടും എംബാപ്പയ്ക്ക് ലഭിച്ചത് 110 പോയിന്റാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.